പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്ന് ഇൻഫർമേഷൻസിന്റെ ഒരു കൂമ്പാരമാണ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത്. പല മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അത് അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നമുക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ കോൺഫിഡൻസ് അവിടെ കുറയാൻ സാധ്യതയുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ഏതൊരു എക്സാമിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നവംബർ 25 ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമാണ് ഇന്ന്. ഗവൺമെന്റുകൾക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കും സർക്കാരിതര സംഘടനകൾക്കും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളെക്കുറിച്ച് പൊതു അവബോധം വളർത്തുന്നതിനുള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു ദിനം. 2000 മുതൽ എല്ലാ വർഷവും നവംബർ 25 ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആയിട്ട് ആചരിക്കുന്നു. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ഈസ് ദ തേർഡ് ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ധീര പുരസ്കാരം ഏതാണ്? ഇതിന്റെ ഉത്തരം വീർ ചക്ര. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധീര പുരസ്കാരം ആണ് പരംവീർ ചക്ര. അതിനുശേഷം മഹാവീർ ചക്ര, മൂന്നാമത്തേതാണ് വീർ ചക്ര. ഈ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JDS കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. What is the name of the online discussion forum organized by the KILA on 24th November 2021? 2021 നവംബർ 24 കില സംഘടിപ്പിച്ച ഓൺലൈൻ ചർച്ച ഫോറത്തിന്റെ പേരെന്താണ്? തദ്ദേശകം. 2021 നവംബർ 24 തദ്ദേശ സ്വയംഭരണ മന്ത്രി MV ഗോവിന്ദൻ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജനാധിപത്യ വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണവും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇപ്പോൾ കിലയുടെ ഡയറക്ടർ ജനറൽ ജോയ് ഇളമൺ ആണ്. പ്രാദേശിക ഭരണം, വികേന്ദ്രീകരണം എന്നീ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള ആർക്കും ചർച്ചയിൽ പങ്കെടുക്കാവുന്ന തരത്തിലാണ് പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. The first batch of the Directorate General of Civil Aviation recognized drone pilot course completed in Kerala under which program? Directorate General of Civil Aviation അംഗീകൃത ഡ്രോൺ പൈലറ്റ് കോഴ്സിന്റെ ആദ്യ ബാച്ച് ഏത് പ്രോഗ്രാമിന് കീഴിലാണ് കേരളം പൂർത്തിയാക്കിയത്? അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പിന്റെ കീഴിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പൈലറ്റ് കോഴ്സ് അസാപ്പ് പൂർത്തിയാക്കിയത്. അസാപ്പും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോൺസ് കോഴിക്കോടും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയത്. 18 വയസ്സ് കഴിഞ്ഞ 10ാം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും 96 മണിക്കൂറിന്റെ ഈ കോഴ്സിന് പങ്കെടുക്കാം. What is the name of the exercise which conducted by the Coast Guard involving India, Maldives and Sri Lanka on 20th November 2021? 2021 നവംബർ 20 ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നിവരെ ഉൾപ്പെടുത്തി കോസ്റ്റ് ഗാർഡ് നടത്തിയ അഭ്യാസത്തിന്റെ പേരെന്താണ്? ദോസ്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും മാലദ്വീപ്സും ശ്രീലങ്കയും സംയുക്തമായിട്ട് 15ാമത്തെ ട്രിലാറ്ററൽ കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ദോസ്തി 2021 നവംബർ 20 മുതൽ 24 വരെ നടത്തി. 1991 ദോസ്തി എന്ന എക്സസൈസ് ഇന്ത്യയും മാലദ്വീപ്സും ആരംഭിച്ചത്. 2012 ശ്രീലങ്ക ദോസ്തി എക്സസൈസിന്റെ ഭാഗമായി. Which state is going to become the only state in India with 5 international airports? 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി മാറാൻ പോകുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശ്. 2021 നവംബർ 25 ഉത്തർപ്രദേശിലെ ജേവാറിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി
അഞ്ചാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടി തറക്കല്ലിടുന്നു. ഇതോടെ ഉത്തർപ്രദേശിൽ 5 ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ലക്നൌ, വാരണാസി, കുശിനഗറിൽ ആണ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. 2022 അയോധ്യ എയർപോർട്ട് ഉദ്ഘാടനം കഴിയും. അതിനുശേഷം 2024 ജയ്വാറിലെ നോയിഡ എയർപോർട്ടും. 5 വർഷം കൊണ്ട് ഇന്ത്യ 220 ഓപ്പറേഷണൽ എയർപോർട്ട്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. The 5th World Congress on Disaster Management from 24th November to 27th November 2021 is hosted by which IIT? 2021 നവംബർ 24 മുതൽ 27 വരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംബന്ധിച്ച് 5ാം ലോക കോൺഗ്രസ് ഏത് IIT ആണ് ആതിഥേയം വഹിക്കുന്നത്? IIT ഡൽഹി. 5ാമത്തെ വേൾഡ് കോൺഗ്രസ് IIT ഡൽഹി ആതിഥേയം വഹിക്കുന്നു. ഈ പ്രോഗ്രാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് കൺവർജൻസ് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. 5th വേൾഡ് കോൺഗ്രസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യയും സാമ്പത്തിക ശേഷിയും ആണ് ഇതിന്റെ വിഷയം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതൊരു പ്രശ്നം വന്നാലും അതിനെ ആദ്യത്തെ റെസ്പോണ്ടർ എന്നൊരു രീതിയിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നുവെന്ന് എന്നതാണ് ഇപ്പോഴത്തെ വലിയൊരു നേട്ടം എന്ന് രാജ്നാഥ് സിംഗ് ഉദ്ഘാടന വേളയിൽ അഭിപ്രായപ്പെട്ടു. സ്പുട്നിക് ലൈറ്റ് കോവിഡ് വാക്സിൻ വിൽ ബി ലോഞ്ച്ഡ് ഓൺ വിച്ച് മന്ത് ഇൻ ഇന്ത്യ? സ്പുട്നിക് ലൈറ്റ് കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ ഏത് മാസമാണ് പുറത്തിറങ്ങുന്നത്? ഡിസംബർ 2021. റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അറിയിച്ചത് സ്പുട്നിക് ലൈറ്റ് കോവിഡ്-19 വാക്സിൻ ഇന്ത്യയിൽ ഡിസംബറോടുകൂടി പുറത്തിറങ്ങുമെന്നും ഗമാലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡെവലപ്പ് ചെയ്ത സ്പുട്നിക് ലൈറ്റ് സിംഗിൾ ഡോസ് വാക്സിൻ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ പാർട്ട്ണർ ആണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ വാക്സിന്റെ പ്രത്യേകത സാധാരണ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ സാധിക്കുമെന്നതാണ്. Which bank has launched a new online platform, Trade Emerge, for exporters and importers across India? ഇന്ത്യയിലുടനീളമുള്ള കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കുമായി പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ട്രേഡ് എമർജ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? ICICI ബാങ്ക്. ട്രേഡ് എമർജ് ഇന്ത്യയിലുള്ള കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ട്രേഡ് എമർജ് ICICI ബാങ്ക് ആരംഭിച്ചു. ഇന്ത്യയിലുള്ള കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും സമഗ്ര ഡിജിറ്റൽ ബാങ്കിങ്ങും മൂല്യവർദ്ധിത സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിനായി ട്രേഡ് എമർജ് എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ICICI ബാങ്ക് ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഒക്ടോബർ 2021 വരെ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ഏതാണ്ട് $780 ബില്യൺ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മേഖലയിലേക്ക് ICICI ബാങ്ക് മുൻകൈയെടുക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, മുറ്റത്തെ മുല്ല പ്രൊജക്ട് എയിംഡ് അറ്റ് എയ്ഡിംഗ് ഫാമിലീസ് കോട്ട് ഇൻ എ ഡെറ്റ് ട്രാപ്പ് ഈസ് എ പ്രൊജക്ട് ഓഫ് വിച്ച് ഓർഗനൈസേഷൻ ഓഫ് കേരള? കടക്കണിയിൽ അകപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മുറ്റത്തെ മുല്ല പദ്ധതി കേരളത്തിലെ ഏത് സംഘടനയുടെ പദ്ധതിയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.